സജ്ന ഫിറോസ്, ഫിറോസ് ഖാൻ, റസൂൽ പൂക്കുട്ടി അടുത്തൊരു ലൂപ്പുമായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സുമായിട്ട് പുതിയൊരു ടീം വന്നിരിക്കുകയാണ്. സജ്ന ഫിറോസ് എന്ന് വിളിക്കാൻ പാടോ ഇല്ലോ എന്നറിയില്ല. ഇപ്പൊ സജ്ന നൂറയാണ്. റസൂൽ പൂക്കുട്ടിയും സജ്നയും 4 വർഷമായി പ്രണയത്തിൽ, വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് സൂചന. ഇതാണ് നീലക്കുയിൽ എന്റർടൈൻമെന്റ് എന്ന ചാനലിലൂടെ വന്ന ഒരു വാർത്ത. നീലക്കുയിൽ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ല. ഈ കാര്യത്തെക്കുറിച്ച് ആദ്യത്തെ ഒരു വീഡിയോ വരുന്നത് നമ്മുടെ മൂപ്പൻസ് ബ്ലോഗിലാണ്. ആ മൂപ്പൻസ് ബ്ലോഗിൽ പറയുന്നത് ഫിറോസ് ഖാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എപ്സ്റ്റീൻ ഫയലൊക്കെ പുറത്തു വന്ന സമയത്ത് ഒരു വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ എപ്സ്റ്റീൻ ഫയൽ പോലെ ഒരു ഭീകരമായിട്ടുള്ള ഒന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒന്ന് പുറത്തു വരാനുണ്ട്. അന്നൊക്കെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധനാ കഥാപാത്രങ്ങളുടെ മുഖം മൂടിയൊക്കെ വലിച്ചു കീറും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് വാങ്ങിയവരെ കുറിച്ചൊക്കെ പുറത്തു വരും എന്നൊക്കെ ഈ ആ വീഡിയോയിൽ ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിനു ശേഷം അടുത്ത കാര്യങ്ങൾ വേണ്ടി സംസാരിക്കാം. എപ്സ്റ്റീൻ ഫയൽ, അതിൻ്റെ ഞെട്ടലിലാണ് പലരും. ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും ഉടഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വലിയ ഞെട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ഫയൽ ഒരിക്കൽ തുറക്കപ്പെടും. നിങ്ങൾ ആരാധിക്കുന്ന പലരും അന്ന് ഉടഞ്ഞ് തരിപ്പണമാകും. അതിൽ ചില വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി, അവരൊക്കെ ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് എന്തായാലും കാലം അത് തെളിയിച്ചിട്ടേ വിടുന്നുള്ളൂ. അന്ന് ഈ ഇപ്പം കണ്ട ഈ ഞെട്ടലിനേക്കാളും അതീവ ഞെട്ടലായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത്. നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന പല ബിംബങ്ങളും ഡെഫിനറ്റ്ലി ഉടഞ്ഞ് തരിപ്പണമാവും. ഇപ്പോൾ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്കൊരു പക്ഷേ വെറും കളിയായിട്ടായിരിക്കും തോന്നുന്നത്. തീർച്ചയായും. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, നിങ്ങളിങ്ങനെ ആരാധിച്ച് വലിയ സ്ഥാനത്ത് വച്ചിരിക്കുന്ന പല ബിംബങ്ങളും. വൈറ്റ് ആൻഡ് സീ. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയുടെ താഴെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഒരു കമന്റ്സ് ഒന്ന് ഇട്ടായിരുന്നു. ഐ നെയിം ഇറ്റ് ആസ് എ കുട്ടി ഫയൽ എന്നായിരുന്നു സീക്രട്ട് ഏജന്റിന്റെ കമന്റ്സ്. ആ സമയത്ത് ആർക്കും ഒന്നും മനസ്സിലായിട്ടെങ്കിലും അതിന് കമന്റ്സിൽ ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഏതാ ഇബ്രാഹിം കുട്ടിയാണോ, ലാലേട്ടനാണോ, മമ്മൂട്ടിയാണോ, പൃഥ്വിരാജാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആർക്കും ഈ കുട്ടി ഫയൽസ് എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് ഈ റസൂൽ പൂക്കുട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് അതുമായിട്ട് കണക്ട് ആവുന്നത്. ആ സമയത്ത് ഇതൊക്കെ ഒരു ഫൺ മോഡ് എന്ന് ചോദിച്ചിട്ട് എല്ലാവരും അത് തള്ളിക്കളഞ്ഞു. ഇപ്പൊ ഈ ന്യൂസ് പുറത്തു വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോയ അവസ്ഥയിലാണ്. സജിൻ എന്നാവട്ടെ റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ഒരു കെട്ടിപ്പിടിച്ചുകൊണ്ട് വളരെ സ്മൈലി ആയിട്ടുള്ള ഒരു സ്റ്റോറി അങ്ങ് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ സീക്രട്ട് ഏജന്റ് ഈ മൂപ്പൻസ് ബ്ലോഗിന്റെ ഇതിന്റെ കമന്റും ഇതൊക്കെ വന്നായിരുന്നല്ലോ, അതിനുശേഷം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതൊക്കെ അവിടെ പേഴ്സണൽ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ മലപ്പുറത്തുള്ള ഒരു പാവപ്പെട്ടവന്റെ കാറ് സംബന്ധമായിട്ടുള്ള കാറ് കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 1.5 ലക്ഷം രൂപയോളം ഈ സജിനിയും ഈ റസൂൽ പൂക്കുട്ടിയും ചേർന്നിട്ട് പറ്റിച്ചിട്ടുണ്ട്. അത് ഞാൻ വെറുതെ വിടൂല എന്നാണ് സീക്രട്ട് ഏജന്റ് ആ വീഡിയോയിൽ കൂടെ പറയുന്നത്. നമുക്ക് ആ സീക്രട്ട് ഏജന്റ് ആ വീഡിയോയും കൂടി കണ്ടതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ആ ടോപ്പിക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് വളരെ പേഴ്സണലി അറിയുന്നവരായിരിക്കും. അവരുടെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയിരിക്കും. ചില ടോപ്പിക്കുകൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരാറുണ്ട്. ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, പക്ഷേ ഇവരുടെ ഈ റിയൽ ലൈഫൊക്കെ ഇങ്ങനെ എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മളിത് എടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ഇനി നാളെ അവരെ കാണുമ്പോൾ അവരെ മുഖം നമ്മൾ കാണുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ വി വിൽ ഗീവ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വാട്ട് ഐ വിൽ ഗീവ് എന്നുള്ളത് ഒക്കെ പുറത്ത് വരും എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ടു കം ഔട്ട് വൺ ഡേ എന്നാണ് ഫിറോസിന്റെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാനായിട്ട് പറയേണ്ട കാര്യങ്ങളല്ല, ഞാനായിട്ട് പറയൂല. ബട്ട് വെൻ ദേ സ്റ്റാർട്ട്സ് ടു ടെൽ, ഒപ്പം ഞാനും പറയും. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒന്നും പറയില്ല. ദിസ് പേഴ്സൺ, ദിസ് റസൂൽ പൂക്കുട്ടി ഡെഫിനറ്റ്ലി ഇയാൾക്ക് കർമ്മ ഹിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയും. ഓക്കെ, ഇനി ഇതിന്റെ പേരിൽ റസൂൽ പൂക്കുട്ടി എന്നോട് ഇനി എന്ത് പുകില് വന്നിട്ടും എനിക്ക് കാര്യമില്ല. കാരണം അങ്ങനെ ഇതില് സീക്രട്ട് ഏജന്റ് പറയുന്ന കാര്യങ്ങള്, ഈ കാര്യങ്ങളൊക്കെ സീക്രട്ട് ഏജന്റിന് മുന്നേ അറിയാമെന്നും
പിന്നെ ഞാനായിട്ട് അതൊന്നും പുറത്തു പറയാൻ നിൽക്കുന്നില്ല. നിങ്ങളെപ്പോ വേണമെങ്കിലും പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡിലാണ് സീക്രട്ട് ഏജന്റ് പോകുന്നത്. അവർ പേഴ്സണൽ ലൈഫിൽ വന്ന് അവരൊന്ന് പറയട്ടെ, അതൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാവുന്നത്, അതുപോലെ സജിനേന്റെ ലൈവിലും ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർ 4 വർഷമായിട്ട് ഒരു റിലേഷൻ ആയിരുന്നു, ഒരു സുൽപ്പുക്കുട്ടിയും സജിനയും തമ്മിൽ. സജിന ഗർഭിണിയാണെന്നും പ്രഗ്നന്റ് ആണെന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഈ 4 വർഷമായിട്ട് പ്രണയമാകുമ്പോ 2023 ഡിസംബറിലാണ് ഈ ഫിറോസ് ഖാനും സജിനയും ഡൈവേഴ്സ് ആകുന്നത്. അപ്പോ ഡൈവേഴ്സ് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഒരു 2.5 വർഷത്തോളം ആയി. അപ്പോ 4 വർഷമായിട്ട് ഈ റിലേഷൻ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷമാണ് ഡൈവേഴ്സ് ആയി എന്നാണ് നമുക്ക് മാനിക്കാൻ പറ്റുക ഈ കാര്യത്തിലൂടെ. ഡൈവേഴ്സ് ആയ സമയത്ത് രണ്ടുപേരും മ്യൂച്വലി റെസ്പെക്റ്റിലാണ് പിരിഞ്ഞത്. മീഡിയയിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയോ, ഇവള് കാരണമാണ് അവൻ കാരണമാണെന്നൊക്കെ പറയാണ്ട് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് രണ്ടുപേരും പിരിഞ്ഞത്. അവിടെ ആ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു റെസ്പെക്ട് വരും. ഓ, ഇങ്ങനെയൊക്കെ ഡൈവേഴ്സ് ആയ അത് സെലിബ്രിറ്റികൾ, സാധാരണക്കാരൻ ഡൈവേഴ്സ് നമുക്ക് പുറത്തേക്ക് വരുന്നില്ല എങ്കിലും ഈ സെലിബ്രിറ്റികൾ ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന പ്രവണത കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവര് ഒന്നും പറയാണ്ട് രണ്ടുപേരും സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്, മക്കളെ കാര്യങ്ങൾ നോക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡൈവേഴ്സ് ആയത്, മീഡിയയിൽ വന്ന് പറഞ്ഞത്. ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബറും മറ്റേ ബാക്കിയുള്ളവരും ഇൻസ്റ്റാഗ്രാമൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ സജിന ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഹലോ, ഇന്നത്തെ വൈറൽ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം അത് കുറേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്. അപ്പം അതിനൊരു മറുപടി ആയിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസുക്കാടെയും കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ലൈഫിനെ കുറിച്ച്. ഞങ്ങള് പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എൻ്റെയും ഫിറോസുക്കാടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസുക്കാർക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ സജിനയ്ക്ക് ദുഃഖം ഇല്ലാതിരിക്കാം. ഫിറോസ് അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറോസ് ഖാൻ ഇതിന്റെ സംഭവം അറിഞ്ഞതിന് ശേഷം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വായിക്കാം. ദി ട്രൂത്ത് ഓൾവേസ് കംസ് ഔട്ട് ഇൻ ദി എൻഡ്, നോ മാറ്റർ ഹൗ ഹാർഡ് എനിവൺ ട്രൈസ് ടു ഹൈഡ് ഇറ്റ് ഓർ സ്റ്റോപ്പ് ഇറ്റ്. ലൈസ് ആർ ജസ്റ്റ് എ ടെമ്പററി ഡിലേ ടു ദി ഇൻവിറ്റബിൾ. അപ്പൊ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഫിറോസിന് പ്രശ്നം ഇല്ലാതില്ല, അല്ലേ സജിനെ? നമുക്ക് ബാക്കി കേൾക്കാം. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ട് ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല പേഴ്സണൽ കാര്യങ്ങൾ കാണും, അത് നമ്മൾ മ്യൂച്വലായിട്ട് എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അത് ഇന്നാള് വന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ, ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നോ ഞാനും അങ്ങനെ പലതും വന്നു, അതെന്തും ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല ഇനി ആരുമായിട്ടായാലും. പക്ഷെ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് സജിന പൂക്കുട്ടിയായിട്ടുള്ള റിലേഷൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കുട്ടി കാരണമല്ല സജിനയും ഫിറോസും തമ്മിൽ പിരിഞ്ഞത് എന്നാണ് സജിന പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ കൂടാതെ പൂക്കുട്ടി ജസ്റ്റ് ഒന്ന് വെള്ളപൂശി കാണിക്കുന്ന രീതിയിൽ ഒരു സംസാരം ഉണ്ട്. ഇതൊക്കെ പറയുമ്പോഴാണ് സജിന മുമ്പേ ആ ഡൈവേഴ്സ് ആയ സമയത്ത് ഒരു ഇന്റർവ്യൂ ഒന്ന് കൊടുത്തായിരുന്നു വെറൈറ്റി മീഡിയക്ക്. അതും ഇതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഡബിൾ സ്റ്റാൻഡേർഡ് പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ നമുക്ക് കാണാം. ഇനി ഒരു പ്രപ്പോസൽ ലൈഫിൽ വന്ന സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. പ്രപ്പോസൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും.
അത് ഉള്ള സമയത്ത് വരും. അന്നേരം ഞാൻ ഇക്കാനടുത്ത് പറയും, അറിയാത്തവർക്ക്, നമുക്കിപ്പോൾ അറിയാത്ത ആൾക്കാർ, എന്നെ അറിയാത്ത ഫിറോസിനെ അറിയാത്ത ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയും, ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്ലി രീതിയിൽ അതൊക്കെ ഞങ്ങൾ എല്ലാം ഓപ്പണായിട്ട് പറയാറുണ്ട്, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ. ഇപ്പം ഇതറിയുന്ന ആൾക്കാരും വരുന്നുണ്ട്, വരുന്നില്ല എന്ന് പറയുന്നില്ല, വരുന്നുണ്ട്. ശരിക്കും ആ വരുന്നവരെല്ലാം എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് എനിക്ക് നല്ല ഉദ്ദേശം, എനിക്ക് നല്ല രീതിയിൽ എനിക്കറിയാം. ഒരിക്കലും നല്ലൊരു ജെനുവൻ ആയിട്ടുള്ളൊരു മനസ്സുകൊണ്ടല്ല അവരൊന്നും വരുന്നത്. എനിക്ക് 2 പിള്ളേർ, അല്ലല്ല ഒരിക്കലും അല്ല, 2 പിള്ളേരുണ്ട് എനിക്ക്. ഞാൻ ഡിവോഴ്സ്ഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ ഒരു ലൈഫിലോട്ട് ഒരാൾ വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ മിസ്ബിഹേവിന് വേണ്ടി മാത്രമാണ് വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അതുപോലെ ഇനി എൻ്റെ ലൈഫിലോട്ട് അങ്ങനെ ഒരാൾ എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല. അപ്പോ ഈ പറഞ്ഞതൊന്നും പൂക്കുറ്റിക്ക് ബാധകമല്ല. പൂക്കുറ്റി വന്നത് മിസ്ബിഹേവ് ചെയ്യാനൊന്നല്ല. ഇപ്പോ സജിനക്ക് 2 കുട്ടികൾ ഉണ്ടെന്നുള്ള ഓർമ്മയുമില്ല. അപ്പൊ ഇന്റർവ്യൂല് പറഞ്ഞത് എനിക്ക് 2 കുട്ടികളുണ്ട്, അതിന് ഇനി വേറെ റിലേഷനിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ സജിന പറയുന്നു. അപ്പൊ ഇപ്പൊ റിലേഷനിലേക്ക് പോകുന്നതിന് അപ്പൊ 2 കുട്ടികളെ തടസ്സല്ലേ? അപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഇവിടെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഏതൊക്കെയോ ആൾക്കാർ തമ്മിലുള്ള എത്രയോ ആൾക്കാർ ഫിറോസ് ഖാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നാളൊരാൾക്ക് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. ഞാനും ഫിറോസ് ഖാൻ ഞങ്ങൾ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഞങ്ങൾ ഇപ്പോഴും നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ റോവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴും മ്യൂച്വലായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഇനി ഫിറോസുകളുടെ ലൈഫിൽ ഒരു പെണ്ണ് വന്നാലോ എൻ്റെ ലൈഫിൽ ഒരാണ് വന്നാലോ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ പറഞ്ഞ് തീരുമാനം എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, സംസാരിക്കാറുണ്ട്, മോൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ കുഞ്ഞിതിനിടയ്ക്കുണ്ട്. ഞങ്ങളുടെ ഇഷ്യൂസ് മൂന്നാമതൊരാൾ വെച്ചിട്ടല്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഇഷ്ടങ്ങൾ എനിക്ക് ചിലപ്പം എൻ്റെ ഫ്രണ്ട് ഫിറോസുക്കയുടെ ഫ്രണ്ട് ആവണമെന്നില്ല, ഫിറോസുക്കയുടെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ആവണമെന്നില്ല. പണ്ട് ഇതുപോലെ ഒരു നമ്മൾ ഷിയാസിന് വെച്ചിട്ട് എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അപ്പം എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുമ്പം അതിനകത്ത് ഇങ്ങനെ മറ്റുള്ളവരെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ അവര് കാരണമാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ കുളവായെന്ന് പറയല് ദയവ് ചെയ്ത് പ്ലീസ്. നമുക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, പല ആൾക്കാർക്കും ബാധിക്കും. നിങ്ങൾ പറഞ്ഞോ, ഇനി ആരുമായിട്ട് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോ, കുഴപ്പമേ ഇല്ല. പക്ഷെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും അത് ബാധിക്കും. കാരണം ഞങ്ങൾ പപ്പായും മമ്മിയും പിരിയാൻ കാരണം ഇതുകൊണ്ടാണോ? അവരുടെ മനസ്സിലത് വിഷമം തോന്നിക്കും. ഇത് നമ്മൾ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ നല്ല കൂട്ടുകാരായിട്ട് എനിക്ക് എന്തൊരു കാര്യം വന്നാലും ഞാൻ ഫിറോസ്ഖയെ വിളിച്ചു നോക്കി, ഫിറോസ്ഖ ഇങ്ങനെയാണോ? ഫിറോസ്ഖ എൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്. മോൻ്റെ കാര്യത്തിന് ഞങ്ങൾ ഭയങ്കര നല്ലൊരു ഫാമിലി ആയിട്ട് നിൽക്കുക. ഞങ്ങളെ കാരണം ഞങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഞങ്ങൾ പിരിഞ്ഞത്. ദയവ് ചെയ്ത് ആരെയും പിടിച്ചിടരുത്. ഇനി ഞാനൊരാളെ കല്യാണം കഴിച്ചോ, ഞാൻ ആരെയും ഒരാളെ സ്നേഹിച്ചോ, എന്തോ ആയിക്കോട്ടെ, വാട്ടവർ എന്തോ ആയിക്കോട്ടെ, നാളെ ഒരാളത്തെ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആ ആൾ കാരണമാണ് അല്ലെങ്കിൽ ഈ ആള് കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞതെന്ന് ദയവ് ചെയ്ത് പറയരുത് പ്ലീസ്, റിക്വസ്റ്റ് ആണ് ഇത്. ഞാൻ വന്ന് പറഞ്ഞു. അപ്പോ കുട്ടികൾക്ക് പ്രശ്നം വരുന്നത് ഈ ഒരാൾ കാരണം ഫിറോസും സജിനും പിരിഞ്ഞു പോയി എന്ന് കുട്ടികൾ അറിഞ്ഞാലാണ് പ്രശ്നം. ഇങ്ങനെ വേറൊരാളായിട്ട് ബന്ധുണ്ട് എന്ന് പറയുന്നതിന് കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല എന്നാണ് സജന പറയുന്നത്. സജനക്ക് ആകെ ഒരു പ്രശ്നം പറ്റിയതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല. സജിന പറയുന്നല്ലേ, സജിന പറയുന്നുണ്ട് കാരണമല്ല. പക്ഷെ ഫിറോസ് വന്ന് പറയട്ടെ, ഇയാൾ കാരണമല്ല, പിന്നെ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു എന്നുള്ളത് ഫിറോസ് വന്ന് പറയട്ടെ. അതായത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കറക്റ്റായിട്ട് വെക്കുമ്പോഴാണ് ഫിറോസ് ഖാന്റെ വീഡിയോ വരുന്നത്. ഫിറോസിനെ റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടി നമുക്കൊന്ന് നോക്കാം. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പം ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാനങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും
ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാകത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേയൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. കണ്ടല്ലോ, ഇതില് ഡയറക്റ്റ് ആയിട്ട് സജിനെ പറയുന്നില്ലെങ്കിലും പൂക്കുട്ടീനെ ഇട്ട് വാട്ടുന്നുണ്ട്, അങ്ങ് അടിച്ച് കയറ്റുന്നുണ്ട് പൂക്കുട്ടീനെ. അപ്പോ വല്ലാത്തൊരു പ്രശ്നത്തിലാ ഉള്ളത് ഫിറോസ്. വിഷമങ്ങളുണ്ട്. ഒരാള് സ്വന്തം ഭാര്യ വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടാവുമെന്ന് അറിയുമ്പോ എന്തായാലും തീർച്ചയായിട്ടും വിഷമങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോ ഇതൊക്കെയാണ് ഈ സജന ഫിറോസിന്റെയും ഫിറോസ് ഖാന്റെയും റസൂൽ പൂക്കുട്ടിന്റെയും കാര്യങ്ങൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് അറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഈ വീഡിയോക്ക് താഴെ, ഈ വീഡിയോ റീച്ചായി കഴിഞ്ഞാൽ താഴെ വരാൻ പോകുന്ന കമന്റ്സ് ഞാൻ പറയാം. നീ എന്തിനാടാ ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറണേ, പേഴ്സണൽ ലൈഫ് നോക്കിയിട്ട് പിന്നെ വീഡിയോ ചെയ്യണേ എന്ന കമന്റ് ഒക്കെ നിരോധിച്ചിരിക്കുന്നു. ഇതൊക്കെ വെച്ച് നീ കുറെ പൈസ ആക്കുമല്ലോ, ബാക്കിയുള്ളവർ പേഴ്സണൽ ലൈഫ് വെച്ച് കുറെ പൈസ ആക്കുമല്ലോ എന്നുള്ള കമന്റ്സും നിരോധിച്ചിരിക്കുന്നു. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.